അങ്ങനെ ഭക്ഷണത്തെ ബഹുമാനിക്കണം. ഇന്ന് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ വേലയേക്കണ ഉമ്മപെങ്ങന്മാരോട് പറയട്ടെ, ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാല് എത്രയാണ് ഒരു ദിവസം നമ്മുടെ വീടുകളിൽ ആഹാര വസ്തുക്കളെ വേസ്റ്റ് ചെയ്യുന്നത്. ഞാനിത് വെറുതെ പറയല്ല. എത്ര സ്ഥലങ്ങളുണ്ട് ഒരു നേരത്തെ അന്നം കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ പൊരുതിമുട്ടുന്ന ജനങ്ങൾ. ഞങ്ങളെ ഈ കേരളത്തിലും ഞങ്ങളെ പരിസരങ്ങളിലൊന്നും ഞങ്ങൾക്ക് പരിചയമില്ലാത്തത് കൊണ്ടാണ്. ഇന്ത്യയുടെ അകത്ത് മാത്രമല്ല, ഇന്ത്യയുടെ പുറത്ത്, ഇന്ത്യയുടെ അകത്ത് എത്രയോ സ്ഥലങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ പ്രയാസപ്പെട്ട് ഒരു കെട്ട് ബിരിയാണി, ഒരു പൊതി ബിരിയാണി ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യുമ്പോൾ ഓടി വന്ന് രണ്ട് കൈ നീട്ടിയിട്ട് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം എന്നിങ്ങനെ ചോദിച്ചു വാങ്ങുന്ന എത്രയോ ചെറിയ ചെറിയ മക്കളുടെ ആ രംഗങ്ങളെ കണ്ണുകൊണ്ട് കാണുമ്പോൾ മനസ്സ് വല്ലാതെ പടയുന്നു. ഉപ്പമാരെ, ഉമ്മമാരെ, ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ചില സ്ത്രീകൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, എത്രയാണോ ഒരു ദിവസം ആവശ്യമുള്ള ഭക്ഷണം അത്ര മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാവൂ. അമിതമായി ഉണ്ടാക്കി വെക്കരുത്. അത് പിന്നെ കേടായി പോയാൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് അത് പിന്നെ ബെടക്കായി എന്ന് പറഞ്ഞു, ബെടക്കായി പോയാൽ പിന്നെ അതിനെ കൊണ്ടുപോയി പിന്നെ ഡസ്റ്റ്ബിന്നിൽ വലിച്ചെറിയല, പിന്നെ അത് ഉപയോഗിക്കൂല. ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിച്ച് പിന്നെ വയറ് കേടാവും. ഇപ്പൊ ഭക്ഷണം മാത്രമേ കേടായിട്ടുള്ളൂ, ഇനിയിപ്പോ അത് കഴിച്ചാലോ വയറും കൂടി കേടാകും. അതുകൊണ്ട് പിന്നെ അത് പിന്നെ വലിച്ചെറിയലാണ്, തട്ടിക്കളയലാണ്. ആ ഭക്ഷണം വേസ്റ്റ് ചെയ്ത് കളയരുത്. ഇതുപോലെ തന്നെ കല്യാണ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ വലിയ ചിലപ്പോ അഹങ്കാരത്തോടെയാണല്ല എന്ന് ഞാൻ പറയില്ല, ഏത് ബാപ്പാന്റെയും ആഗ്രഹമാണ് എന്റെ മകളുടെ കല്യാണം, എന്റെ മകന്റെ കല്യാണം അത് നാട്ടിൽ നല്ല ഉഷാറായ കല്യാണമാകണോ. അത് ബാപ്പ കാണുന്ന സ്വപ്നമാണ്, ശരിയാണ്. പക്ഷേ അതിന്റെ പേരിൽ ഒരുപാട് വിഭവങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ആ പുതിയ ആപ്പിളയുടെയും പുതിയ പെണ്ണിന്റെയും ബാപ്പ ചിന്തിക്കണം, ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കണം, ഇവിടെ വന്നു പോകുന്നവർക്ക് കഴിക്കാൻ പറ്റിയത് മാത്രം ഉണ്ടാക്കിയാ പോരെ, ആവശ്യമില്ലാതെ കുറെ അങ്ങ് ഉണ്ടാക്കിയിട്ട് അവസാനം അത് ആരും കഴിക്കാതെ അവസാനം അത് വലിച്ചെറിയുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടതല്ലേ. എന്തേ കാരണമെന്നറിയുമോ? ഭക്ഷണം വേസ്റ്റായി പോയാൽ അല്ലാഹു തആല അവരെ ഒരു കാര്യം കൊണ്ട് പരീക്ഷിക്കുമെന്നല്ലേ ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്, അത് ആ ഭക്ഷണത്തെ ഇൻസൾട്ട് ചെയ്യലാണ്. ഏത് സമുദായമാണ് ഭക്ഷണത്തെ ഇൻസൾട്ട് ചെയ്തത് അവരെ അല്ലാഹു തആല പരീക്ഷിക്കാൻ പോകുന്നത്. ഇബ്തലാഹുമുല്ലാഹു ബിൽ ജൂഇ, ആ വീട്ടുകാർക്ക് അല്ലാഹു തആല വിശപ്പ് നൽകുകയാണ്. വിശപ്പ് കൊടുത്തിട്ട് അല്ലാഹു തആല ആ വീട്ടുകാരെ പരീക്ഷിക്കുന്നു എന്ന് പഠിപ്പിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പറയട്ടെ, വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഉമ്മ ഉണ്ട്, അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരുടെ ഉമ്മമാർക്ക് അവന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇവിടെ വന്നപ്പോഴും ഞാൻ അതാ ഒരു വീട്ടിൽ കയറി, ആ വീട്ടിൽ ഉള്ളിൽ ഒരു മുറിയിൽ ഒരു ഉമ്മ ഇങ്ങനെ നിലത്തി, അത് ഉമ്മ ഇങ്ങനെ കിടക്കുകയാണ്, കട്ടിലിൽ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മാക്ക് വയ്യ, ക്ഷീണമാണ്, രോഗമാണ്. നോക്കുമ്പോൾ പഴയ കാലത്ത് ആലിമീങ്ങൾക്ക് ധാരാളം ഭക്ഷണമുണ്ടാക്കി കൊടുത്ത ഒരു ഉമ്മയാണ്. അല്ലാഹുവേ, ഈ നാട്ടിൽ വിശ്രമിക്കുന്ന ഖാലിയാറുപ്പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് ആ ഉമ്മാമാക്ക് നീ നല്ല ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആ ഉമ്മാന്റെ ക്ഷീണം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അന്ന് ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ഒരു ചോരെങ്കാലും നിലത്ത് വീണാൽ ആദ്യം തന്നെ ഉമ്മ പറയും, എന്താ പറയണെന്നറിയോ?
ഒരു ചോറ് മീത്തും നിലത്ത് ബിരിക്കെങ്കിൽ നൗഫ എന്നാ പറയാ, നൗഫല് എന്നല്ലേ. അപ്പൊ അവസാനത്തെ ലാമ് കളയും. ഉമ്മമാരങ്ങനെയാണല്ലോ, നൗഫ അങ്ങനെ വരെ. ഇനിയിപ്പോൾ അത് കേട്ടിട്ട് നാളെ നിങ്ങളങ്ങനെ വിളിക്കണ്ട, നിങ്ങൾ നൗഫൽ സഖാഫി, അത് ഉമ്മയാണ്. ഉമ്മാന്റെ വിളി ലോകത്ത് ഒരാളെ കൊണ്ട് വിളിക്കാൻ കഴിയില്ല. വിളിച്ചാൽ ആ വിളി കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഉമ്മ വിളിക്കണ വിളിയാണ്. അപ്പൊ നൗഫ പിന്നെന്താ, മീത്തു ഒരു ചോറ് നിലത്ത് ബിർക്കണു, ജാവ് പട്ടിണി കിടക്കണായി പറയും ജാഗ്രത. ഉച്ചക്ക് ചോറ് കഴിക്കുമ്പോ അങ്ങനെയാണ്. ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മ പറയും ഒരു ചോറ് മീത്തു നിലത്ത് ബിർക്കണു നൗഫ, ജാഗ്രത. ബിർക്കെങ്കില് ജാവ് ചോറ് താറല്ല, പട്ടിണി കിടക്കണായി പറയും. അതങ്ങ് മനസ്സിലിരുന്നു. ഇന്നിപ്പോ ഉമ്മമാർക്ക് അത് പറയാൻ നേരണ്ട. അല്ല, ഓരിപ്പോ വേല കേൾക്കണ തിരക്കിലല്ലേ, മൊബൈലിൽ ഫുള്ള് വേല കേൾക്കണ തിരക്കാണ്. മോൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മകൻ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു? മകൻ കഴിക്കുന്നത് ചോറ് നിലത്ത് വീഴുന്നുണ്ടോ? വീണത് അതുപോലെ എടുത്ത് കഴിക്കുന്നുണ്ടോ? ഇല്ല, അതിനൊന്നും നേരല്ല ഉമ്മ. അത് വലിയ അപകടത്തെയാണ് വിളിച്ചു വരുത്തുന്നത്. പിന്നെ പറയും ഭർത്താവിന് കച്ചവടമില്ല, ഭർത്താവിന് ജോലിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഭക്ഷണത്തെ ഇൻസൾട്ട് ചെയ്തത് കൊണ്ടാണ്. അവരെ അല്ലാഹു തആല വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെ ആവൂല. ഓരോ ഭക്ഷണം കഴിക്കുമ്പോ ചിന്തിക്കണം. ഞാൻ എൻ്റെ വാദ കേൾക്കുന്ന യുവാക്കളോട് പറയാണ്, നീ ചിന്തിക്കേണ്ടത് അത് നിന്റെ ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം എന്ന് മാത്രമല്ല, നിന്റെ ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയത് എന്ന് മാത്രമല്ല, ഒന്നും കൂടി വിശാലമായി നീ ചിന്തിക്കണം. അതാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സൂറത്തു യാസീനിൽ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാനം എഴുതിയ മഹത്തുക്കൾ പറയുകയാണ്, ഭക്ഷണത്തെ അങ്ങേയറ്റം എത്ര കണ്ട് നിങ്ങൾക്ക് ബഹുമാനിക്കാൻ പറ്റുമോ അത്ര കണ്ട് ഭക്ഷണത്തെ ബഹുമാനിക്കണം. എന്തേ കാരണമെന്നറിയുമോ? ഒരു ഭക്ഷണം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കിട്ടിയാൽ, ഒരു ഉമ്മ നിങ്ങൾക്കൊരു സാമ ഉണ്ടാക്കിയിട്ട്, ഒരു ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉമ്മ ഒരു ഇഡ്ഡലി ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചാൽ, ഒരു ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചാൽ, ഒരു പിണ്ട ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചാൽ, ഒരു ഗുളിയപ്പ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചാൽ, ഒരു പത്തിരി ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചാൽ, മക്കളെ എത്ര ആളുകളുടെ പ്രവർത്തനം അതിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കേവലം ഉമ്മാന്റെ പ്രവർത്തനം മാത്രമല്ല, ബാപ്പാന്റെ പ്രവർത്തനം മാത്രമല്ല, 360 പേരുടെ അധ്വാനമാണ്. ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? 360 പേരുടെ അധ്വാനം. ആ അധ്വാനം കൊണ്ടാണ് ഈ ഭക്ഷണം ഉണ്ടായത്. നീ ആ ഭക്ഷണം കഴിക്കുമ്പോ ആ 360 ആളെയും ഒന്ന് മൊത്തത്തിൽ ഓർക്കേണ്ടതാ. അത് ഓർക്കാതെ നിനക്ക് ആ ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല ചെറുപ്പക്കാരാ, അർഹതയില്ല പെങ്ങളെ. ആ 360 ആളെ ഇപ്പൊ പറയാൻ നിന്നാല് മംഗൽപാണിന്റെ ഇന്നത്തെ വേള് മതിയാ? നിങ്ങൾക്ക് ചിലപ്പോ കേൾക്കാൻ രസം ഉണ്ടാവും. ഒരു ഭക്ഷണം ഉണ്ടാകും 360, ഒരു ഭക്ഷണം കഴിക്കുമ്പോ ഞങ്ങൾക്ക് 360 ആളോട് കടപ്പാടുണ്ടെന്നാ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞ്. ആ 360 ആളെ പേര് ഇന്നത്തെ ഒറ്റ വേളിൽ പറഞ്ഞാൽ മതിയാവോ? സമയം മതിയാവില്ല. ഇപ്പൊ എന്നെ 10:30 അല്ല, നാളെ എനിക്ക് വേളുള്ളത് മലപ്പുറം ജില്ലയിലാ. കരിങ്ങപ്പാറ ഉസ്താദിന് ഓവറല്ലാഹു മർക്കദ കാളിയാറുപ്പാപ്പനെ പോലെ, അവരെ പോലെ വലിയ മഹാനാണ് കരിങ്കപ്പാറ ഉസ്താദിന് ഓവറല്ലാഹു മർക്കദ. മഹാനവരുകൾ ഉസ്താദുമാർക്കൊക്കെ അറിയാം. ഫത്തുഹുൽ മുഈൻ കിതാബൊക്കെ സൈഡിന് നന്നാക്കി കൊടുത്ത മഹാന കരിങ്ങപ്പാറ ഉസ്താദ്. അള്ളാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അവരെ ഉറൂസിലാണ് നാളത്തെ വേള് മലപ്പുറം ജില്ലയിൽ. അത് കഴിഞ്ഞിട്ട് നേരെ നാട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം 2 സ്ഥലത്ത് വേളാണ്. മഗ്രിബിന് മുടിപ്പ് എജുപാർക്കിലും, രാത്രി എഷാഇന് ധർമ്മനഗർ ഉറൂസിന്റെ വേളാണ്. ഇപ്പൊ എല്ലായിടത്തും ഉറൂസിന്റെ സമയമാണല്ലോ. അല്ലാഹു തആല എല്ലാ മഹാന്മാരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇവിടെയും കാളിയാർ ഉപ്പാപ്പാന്റെ ഈ സദസ്സിലേക്ക് വരുമ്പോ
ബഹുമാനപ്പെട്ട വടകര ശൈഖ് നവറല്ലാഹു മർക്കദ മഹാനവരുകളെ മഖാമിന്റെ അവിടെ നിന്നാണ് കോൾ വന്നത്. ഓര് ജീവിച്ചിരിപ്പുള്ള സമയത്ത് നടത്തിയിരുന്ന ഒരു നേർച്ചയുണ്ട്, മെഹറാജ് നേർച്ച. വടകര ഉപ്പാപ്പ നടത്തിയിരുന്ന മെഹറാജ് റജബില് കാര്യമായിട്ട് നടത്തും. മുമ്പൊരിക്കൽ ഞാൻ അവിടെ പോയി വാല് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണയും നിങ്ങൾ വാലിന് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഏറ്റു. കാരണം ചില സ്ഥലങ്ങളൊക്കെ കാളിയാർ ഉപ്പാപ്പാന്റെ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഏറ്റു, വടകര ഉപ്പാപ്പാന്റെ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ ഏറ്റു, കരിങ്ങപ്പാറ ഉസ്താദിന്റെ. കാരണം അവരുടെയൊക്കെ ഒരു നോട്ടം ഞങ്ങൾക്ക് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് കിതാബ് നോക്കാനും മുത്താലിമകൾക്ക് ഓതിക്കൊടുക്കാനും നിങ്ങളെ മുന്നിൽ വന്നിട്ടൊക്കെ 2 വാക്ക് ഇൽമ പഠിച്ചത് നിങ്ങളോട് പറയാനൊക്കെ നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ, തൗഫീക്ക് വേണമെങ്കിൽ ആ മഹാന്മാരുടെ ഒക്കെ പൊരുത്തുണ്ടെങ്കിലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേഗം ഏറ്റെടുക്കാറുള്ളത്. അല്ലാഹു തആല ആ മഹാന്മാരുടെ ഒക്കെ പൊരുത്തം അല്ലാഹു നമുക്ക് തരട്ടെ. അപ്പോ ഇന്നത്തെ ഒറ്റ വാല് കൊണ്ടല്ല, ഒരു മാസത്തിന്റെ വാല് കൊണ്ട് ഈ 360 ആളെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ പറ്റൂല. എന്നാലും ഒന്നാമത്തെ ആളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ചെറുപ്പക്കാരാ, നിന്റെ മേശപ്പുറത്ത് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ നിന്റെ ഉമ്മ ഒരു പ്ലേറ്റ് ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോ ബിസ്മി ഏതായാലും ചൊല്ലണം. ശരിയാണ്, ബിസ്മി ചൊല്ലിയിട്ടല്ലേ കഴിക്കുള്ളൂ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. അള്ളാനെ വിട്ടിട്ട് കളിയില്ല എന്ന് ഉറപ്പല്ലേ, അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ അടിമകളിൽ തന്നെ ഒന്നാമതായിട്ട് 360 ആളുകളെ കൂട്ടത്തില് ഒന്നാമത്തെ ആളാരാണ്? അവ്വലുഹും മീകായിൽ അലൈഹിസ്സലാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മലക്കാണ്. ആരാണ് ആ മലക്ക്? മീകായിൽ അലൈഹിസ്സലാമാണ്. എന്തേ മീകായിൽ അലൈഹിസ്സലാം ഈ ഭക്ഷണം ഉണ്ടാകാൻ ഒന്നാമത്തെ കാരണക്കാരൻ എന്ന് പറയാൻ കാരണം എന്തേ? പടച്ച റബ്ബിന്റെ ഖജനാവെന്ന് ഈ ഭക്ഷണം ഉണ്ടാക്കാനുള്ളതിന് മഴ പെയ്യിപ്പിച്ച് തന്നതാരാണ്? വെള്ളം ഇറക്കി തന്നതാരാണ്? അത് മലക്കുകളെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മലക്കായ മീകായിൽ അലൈഹിസ്സലാമാണ്. മീകായിൽ അലൈഹിസ്സലാമല്ലേ മഴ പെയ്യിപ്പിക്കുന്നത്? ആ പെയ്ത മഴവെള്ളം കൊണ്ടല്ലേ ഈ ധാന്യമുണ്ടായത്, ഈ കൃഷിയുണ്ടായത്, ഉണങ്ങിക്കിടക്കുന്ന ഭൂമി പച്ചപ്പിടിച്ചത്, അവിടെ അതാ വിത്തുപാകിയത്. അതുകൊണ്ടാണ് 360 കാരണക്കാരിൽ ഒന്നാമത്തെ കാരണക്കാരായ മീകായിൽ അലൈഹിസ്സലാമിനെ മറക്കാൻ കഴിയില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭക്ഷണത്തെ നിങ്ങൾ അപമാനിച്ചാൽ നിങ്ങൾ മീകായിൽ അലൈഹിസ്സലാമിനെ അപമാനിക്കൽ വരും, ഇൻസൾട്ട് ചെയ്യൽ വരും. അതുകൊണ്ടാണ് ഭക്ഷണത്തെ നിങ്ങൾ ബഹുമാനിക്കണം. പോരാ, പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഭക്ഷണം നിങ്ങൾ അപമാനിച്ചാൽ നിങ്ങളെ ക്ഷാമം പിടികൂടും കേട്ടോ. ഒരു ദിവസമല്ല മറ്റൊരു ദിവസം നിങ്ങളെ ക്ഷാമം പിടികൂടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയോ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നിട്ട് ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, ഈ ഭൂമിയിൽ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്ന സൗകര്യത്തെ കുറിച്ച് സൂറത്തു യാസീനിൽ അല്ലാഹു തആല ഓരോന്ന് പറയാണ്. വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅനാബ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഈത്തപ്പഴത്തിന്റെ തോട്ടം ഞാൻ ഉണ്ടാക്കി തന്നില്ലേ? അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നോക്കിയാൽ ചില ഈത്തപ്പഴത്തിന്റെ തോട്ടമൊന്നും കാണൂല. ഗൾഫിൽ പോയി നോക്ക്. ഇപ്പൊ ഞങ്ങളിങ്ങനെ ഈത്തപ്പഴത്തിന്റെ തോട്ടം ഉണ്ടാക്കി തന്നില്ലേന്ന് ഖുർആനിലില്ലേന്ന് ചോദിക്കുമ്പോ എല്ലാവരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാല്, കുട്ടികളൊക്കെ നോക്കിയാല് ഇവിടെ എവിടെ ഈത്തപ്പഴത്തിന്റെ തോട്ടം? ഈത്തപ്പഴത്തിന്റെ തോട്ടമൊന്നും ഇവിടെ ഇല്ല. ബക്കറ്റുമായി സദസ്സിലേക്ക് വരും, എല്ലാവരും സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു തആല വലിയ ബർക്കത്ത് ചെയ്യട്ടെ, വലിയ ഖൈർ നൽകട്ടെ, വലിയ സന്തോഷം നൽകട്ടെ. ഞാൻ പറഞ്ഞു തന്നത്, പക്ഷെ ഗൾഫ് നാടുകളിലൊക്കെ ചെന്ന് നോക്കും നിങ്ങൾ, ഫുള്ളായിട്ട് ഈത്തപ്പഴമാണ്. എത്ര സൈസ് ഈത്തപ്പഴമാണ്! അജുവുണ്ട്, സുക്കരി വേറെ ഉണ്ട്. സുക്കരി ഈത്തപ്പഴല്ലേ? ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സിന്റെ കടയിലൊന്ന് കയറി അവിടെ പോയി ചെന്നാല് നോക്ക എത്ര ഈത്തപ്പഴുണ്ട്. ഓരോന്നിനും വ്യത്യസ്തമായ വിലയാണ്, നിലവില. ഇനിയിപ്പോ ഈത്തപ്പഴം ആർക്ക്
ഇറച്ചിയും കോഴിയും മന്തിയും മജ്ബൂസും ടിക്കയും അൽഫാമും സവായയും ബുക്കാരിയും. സുബ്ഹാനല്ലാഹ്. അതല്ല, ഈത്തപ്പഴത്തിന്റെ കടയിലൊന്ന്, ഡ്രൈ ഫ്രൂട്ട്സിന്റെ കടയിലൊന്ന് കയറി നോക്കിയാൽ, ഞാനിപ്പോൾ അത് മാർക്കറ്റിംഗ് ചെയ്യാണെന്നൊന്നും പറയരുത് കേട്ടോ, ഞാൻ ഉള്ളത് പറയാം. അപ്പൊ അതിലേക്കൊന്ന് കയറി, എത്ര നമുന്ത ഈത്തപ്പഴ, അങ്ങനെയാണ് എൻ്റെ ഭാഷയിൽ പറയുന്നത്. നമുന്ത ഈത്തപ്പഴം, വെറൈറ്റി ഈത്തപ്പഴം. ഗൾഫ് നാടുകളിൽ ചെന്നാൽ ഈത്തപ്പഴത്തിന്റെ മരം കാണാം, തോട്ടം കാണാം. മദീനയിൽ പോയി നോക്കൂ നിങ്ങള്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഈത്തപ്പഴത്തിന്റെ തോട്ടത്തിൽ കയറിയ എത്രയോ പുരുഷന്മാരും സ്ത്രീകളും ഈ സദസ്സിലുണ്ടാവും. മദീനത്ത് പോയാൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് ഈത്തപ്പഴത്തിന്റെ മരം അഥവാ ഈത്തപ്പന, അത് ആ ചടി നട്ടു പിടിപ്പിച്ച, ഇന്നും ആ പൊന്തി നിൽക്കുന്ന ഈത്തപ്പഴത്തിന്റെ മരം, മദീനയിൽ പോയാൽ അവിടെ പോകാൻ മറക്കരുത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം, ആ തോട്ടം വലിയ ബറക്കത്തുള്ള തോട്ടമാണ്. കാരണം അവിടെ കാണുന്ന ഈത്തപ്പഴത്തിന്റെ മരം അതൊക്കെ നട്ടുപിടിപ്പിച്ചത് ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോ ഭൂമിയിൽ ഞാൻ ഈത്തപ്പഴത്തിന്റെ മരം ഉണ്ടാക്കി. വഅനാബിൻ, മുന്തിരിയുടെ തോട്ടം ഞാൻ ഭൂമിയിൽ ഉണ്ടാക്കി. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂനി, ആ ഭൂമിയിൽ കുറെ പുഴകൾ ഉണ്ടാക്കി. ഒഴുകിപ്പോകുന്ന പുഴകൾ കണ്ടില്ലേ? ഒഴുകിപ്പോകുന്ന പുഴകൾ കണ്ടില്ലേ? എന്തിനാണ് ഞാൻ ഈ വെള്ളവും ഈ വൃക്ഷവും അതുപോലെ ഈ ഫ്രൂട്ട്സുകളും പഴവർഗ്ഗങ്ങളെല്ലാം ഉണ്ടാക്കാൻ കാരണം? ലിയഅകുലൂ മിൻ സമരിഹി, അതിന്റെ പഴം അവർ കഴിക്കാനാണ്, ഫ്രൂട്ട്സ് കഴിക്കാനാണ്. വമാ അമിലതുഹു ഐദീഹിം, അവരുടെ കൈകൾ ഉണ്ടാക്കി വെച്ചതെല്ലാം അവർ കഴിക്കാനാണ്. കഴിച്ചാ മാത്രം പോരല്ലോ. ഓ ചെറുപ്പക്കാരാ, ഈ മംഗൾപാടിയിലെ യുവാക്കളോട് എനിക്ക് വേറെ ഒരു മഹാന്റെയും ചരിത്രം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ വാല കേൾക്കുന്ന സഹോദരിമാരെ, ഈ മംഗൾപാടിയിലെ നിങ്ങളോട് എനിക്കൊരു മഹാനെ കുറിച്ചും വാല പറയേണ്ടതില്ലല്ലോ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന, മാതൃകയാക്കാൻ പറ്റിയ വലിയ മഹാനല്ലേ ബഹുമാനപ്പെട്ട ഖാദിയാർ ഉപ്പാപ്പ നവ്വറല്ലാഹു മർഖദ. ആ മഹാനവരുകളുടെ ചരിത്രം തന്നെ പറഞ്ഞാൽ അത് പറഞ്ഞു തീർക്കാൻ കഴിയുമോ? ഇവിടെ ഞാനതാ എൻ്റെ കയ്യിൽ ഒരു ലഘുലേഖ എൻ്റെ കയ്യിൽ കിട്ടി. ഖാദിയാർ ഉപ്പാപ്പാന്റെ ഉറൂസിനോടനുബന്ധിച്ച് ഇറക്കിയതായ ഒരു എഴുത്താണത്. ആ എഴുത്തിൽ ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അതിലേക്ക് കണ്ണോടിച്ചു നോക്കി. എല്ലാ മഹാന്മാരും മഹാനവരികൾ അംഗീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്നു, ശൈഖുന ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ ഖാദിയാർ ഉപ്പാപ്പയെ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞത് പിൽക്കാലത്ത് നിരവധി മതസദസ്സുകളിൽ സ്മരിക്കുകയായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ അംഗീകാരം കിട്ടിയ മഹാനാണ് ഖാദിയാർ ഉപ്പാപ്പ. നേരത്തെ ഞാൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കെ.സി. ഉസ്താദ് എന്നോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പ നവ്വറല്ലാഹു മർഖദ മഹാനവരുകൾ പറയാറുണ്ടായിരുന്നു, ഖാദിയാർ ഉപ്പാപ്പാന്റെ അരികിലുള്ള ഇൽമ് അല്ലാഹ് പ്രത്യേകം കൊടുത്ത ഇൽമാണ്, അല്ലാഹ് ഓർക്ക് കൊടുത്ത ഇൽമാണ്. എല്ലാം അള്ളന്നെ കൊടുക്കണ ഇൽമ തന്നെയാണ്. പക്ഷെ എന്നാലും ചില ഇൽമുകളെ കുറിച്ച് അങ്ങനെ പറയും, അത് അല്ലാഹ് കൊടുത്ത ഇൽമാണ് എന്നാരാ പറയണത്? ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പ നവ്വറല്ലാഹു മർഖദ. അതുകൊണ്ടാണ് എനിക്ക് ഈ മംഗൽപാടിയിലെ യുവാക്കളോട് വാള് പറയുമ്പോൾ വേറെ ഒരു മഹാന്റെയും ചരിത്രം പറയേണ്ടെന്ന് ആവശ്യമില്ല. ഖാദിയാർ ഉപ്പാപ്പാന്റെ ചരിത്രം തന്നെ കാണാമല്ലോ. സുബ്ഹാനല്ലാഹ്. നാട്ടുകാരെ കൊണ്ട് കിട്ടുന്ന അംഗീകാരം എന്ന് പറഞ്ഞാല് അത് വലിയ സംഗതിയാണ്. ചില ആളുകളുണ്ട്, ഒരു നാട്ടിൽ 0 ആണ്, പുറത്തു പോയാൽ ഹീറോ ആണ്. ഔട്ട്സൈഡ് ഹീറോ ആണ്, ഇൻസൈഡ് 0 ആണ്. അങ്ങനെയുണ്ട്. പുറത്തു പോയാൽ ഭയങ്കര, നിങ്ങൾ നാട്ടുകാരനല്ലേ അയാള്, ഒക്കൂ ഭയങ്കര ആളല്ലേ, എന്ത് ആള്, ഒലക്ക ആളല്ല ഇത്. ഓൻ ചടിയിട്ടുകൊണ്ട് പോയിരുന്ന കാലം തൊട്ട് ഞങ്ങൾക്ക് കൊണ്ട് ആനെ പറ അറിയാം. അങ്ങനെ പറയാം.
ഓന്നങ്ങനെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഓന്റെ എല്ലാ അവസ്ഥ അറിയാം. പോയില്ലേ? പീസ് പോയില്ലേ? അത് പോയി സംഗതി. കാരണം എന്താ? കാരണം ഇപ്പൊ പുറത്തെല്ലാം പോയിട്ട് വലിയ വലിയ ആളാന്ന് ഓന്. അതേ സമയത്ത് ഓന്റെ നാട്ടിലൊക്കെ ഒരു നിലം ബലമില്ല, ഓന്റെ വാക്കിനൊരു ദിന്നില്ല, ഓന്റെ പൽക്കത്തിനൊരു ദിന്നില്ല. അങ്ങനെയാണ് പറയാം. പക്ഷേ ഖാലിയാറുപ്പാപ്പൻ അവറല്ലാഹു മർഖദാ, ഇവിടെ ഈ എഴുത്തിൽ ഞാൻ വായിച്ചു, മംഗൽപാടിയിൽ ജന്മം കൊണ്ട കുഞ്ഞ് അഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. അപ്പൊ മഹാനവരുകൾ ജനിച്ചത് ഇതേ നാട്ടിലാണ്, മഹാനവരുകൾ വളരുന്നതും ഇതേ നാട്ടിലാണ്. ഈ നാട്ടുകാര് കാണുന്നു, മഹാനവരുകളുടെ ജനനം കാണുന്നു, മഹാനവരുകളുടെ ഉയർച്ച കാണുന്നു, മഹാനവരുകളുടെ വളർച്ച കാണുന്നു. എന്നിട്ടോ മഹാനവരുകൾ എത്ര വയസ്സ് വരെയാണ് ഇവിടെ ജീവിച്ചത്? ചരിത്രത്തിൽ കാണാം, മഹാനവരുകളുടെ ചരിത്രത്തിലാണ് കാണുന്നത് 80 വയസ്സ് വരെ മഹാനവരുകൾ ഇവിടെ ജീവിച്ചല്ലോ. 1-2 വയസ്സല്ല മഹാനവരുകൾ ഇവിടെ ജീവിച്ചത്. ഈ നാട്ടിൽ മഹാനവരുകൾ ജീവിച്ചത് എത്ര വയസ്സാണ്? ഞാനിവിടെ വായിക്കുകയാണ്, ഈ അതാ എഴുതി വെച്ചതിൽ വായിക്കുന്നു, 80 വയസ്സ് വരെ മഹാനവരുകൾ ജീവിക്കുകയാണ്. ആ 80 വയസ്സ് വരെ മഹാനവരുകൾ ജീവിച്ചപ്പോ എന്റെ വാല കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഖാലിയാറുപ്പാപ്പ 80 വയസ്സ് വരെ ജീവിച്ചില്ലേ? ആ ദീർഘകാലം മഹാനവരുകൾക്ക് ജീവിക്കാൻ അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്തില്ലേ? 80 വയസ്സ് വരെ ഒരാൾ ജീവിച്ചാൽ, അതുപോലെ തന്നെ 90 വയസ്സ് വരെ ഒരാൾ ജീവിച്ചാൽ, 100 വയസ്സ് വരെ ഒരാൾ ജീവിച്ചാൽ അവരുടെയൊക്കെ ദുആക്ക് വലിയ ഇജാബത്തുണ്ട് എന്നർത്ഥം. ബാല്യക്കാരോട് ഞാൻ പറയാണ്, ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, വയസ്സന്മാരെ കാണുമ്പോ നമുക്ക് ഒരിക്കലും ഒരു തുച്ഛയായി കാണാൻ പാടില്ല. പ്രായമുള്ള ആളെ കണ്ടാൽ കിളവാന്ന് പറഞ്ഞിട്ട് പോകാനല്ല. ഞാൻ ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, പുരുഷന്മാരെ കൂട്ടത്തിൽ യുവാക്കളോട് ഞാൻ പറയാണ്, എന്റെ വാല കേൾക്കുന്ന സഹോദരിമാരെ കൂട്ടത്തിൽ യുവതികളോട് പറയാണ്, പ്രായമുള്ളവർ 80 വയസ്സ്, 90 വയസ്സ്, 100 വയസ്സ്, അവരൊക്കെ ദുആക്ക് ഇജാബത്തുള്ളവരാണ്. ഖാലിയാറുപ്പാപ്പ 80 വയസ്സ് വരെ ജീവിച്ചു. ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ, കിടത്തത്തിൽ കഴിയുന്ന ഒരു ഉമ്മാനെ കാണാൻ ചെന്നു. ഞാൻ ആ ഉമ്മാന്റെ അരികിൽ പോയി ആ ഉമ്മാനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഞാനൊന്ന് മന്ത്രിച്ചു, ദുആ ചെയ്തു കൊടുത്തു. എന്നിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇവിടെ നിങ്ങൾ ഇപ്പൊ എനിക്ക് ദ്വാരക്കണം, എനിക്ക് ആഫിയത്ത് ഉണ്ടാകാനോ കുറെ കാലം വാള് പറയാൻ ആരോഗ്യം ഉണ്ടാവണോ, അതിന് ഇവിടെ നിങ്ങൾ ദ്വാരക്കണം എന്ന് പറയുമ്പോ ആ ഉമ്മ ഈമാന്റെ പവർ കൊണ്ട് കരയാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് അങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ പ്രായമുള്ളവർ വേഗം കരഞ്ഞു പോകും, കരയാൻ തുടങ്ങി. അപ്പൊ മനസ്സിലാക്കി ഞാൻ, നാവ് കൊണ്ട് ദുആ ചെയ്തില്ലെങ്കിലും മനസ്സുകൊണ്ട് ആ ഉമ്മ ദുആ ചെയ്തിട്ടുണ്ടാവും. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ പിറകോട്ടടിക്കലല്ല വേണ്ടത്. ഫ്രീക്കന്മാരോട് ഞാൻ പറയട്ടെ, യൂത്ത്, ഞങ്ങൾക്ക് ഫ്രീക്കന്മാരോ ഇപ്പൊ വലിയ ഓനാളൊരു ഫ്രീക്കനാ. ഫ്രീക്കൻ എന്ന് പറയുമ്പോൾ സന്തോഷം തോന്നണം, തോന്നണ്ടെന്നല്ല ഞാൻ പറയണേ. എന്നാലും പ്രായമുള്ള ആളുകളെ കാണുമ്പോ അവരെ അടുത്ത് പോയി അവരുടെ 2 വാക്ക് കേൾക്കാൻ അവസരം കാണണം. ഞാൻ എന്റെ വേല കേൾക്കുന്ന പെൺകുട്ടികളോട് പറയട്ടെ, നിന്റെ കോളേജിന്റെ പഠനവും ഡിഗ്രിയുടെ പഠനവും ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആ പഠനത്തെക്കാൾ എല്ലാം അപ്പുറമുള്ള പഠനം, ജ്ഞാനം പ്രായമുള്ള നിന്റെ ഉമ്മാമാന്റെ അരികിലുണ്ട്, പ്രായമുള്ള നിന്റെ ഉപ്പാപ്പാന്റെ അരികിലുണ്ട്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ജനങ്ങൾക്ക് നൽകുന്ന ആയുസ്സിനെ കുറിച്ച് യാസീൻ സൂറത്ത് അവസാനിക്കുന്ന ഭാഗത്ത് അല്ലാഹു തആല പറയാണ്, വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. ഞാൻ അവന് അതാ ആയുസ് നൽകുന്നു. ഖുർആൻ യാസീനിൽ അല്ലാഹു പറയാണ്, വമൻ നുഅമ്മിറുഹു, ഞാൻ അവന് ആയുസ് നൽകിയാൽ, പെട്ടെന്ന് അവനെ ഞാൻ മരിപ്പിക്കാതെ കുറെ വയസ്സ് വരെ ഞാൻ അവനെ നീട്ടിവെച്ചാൽ, നുനക്കിസുഹു ഫിൽ ഖൽഖി, അവനിൽ ഞാൻ ഗതി മാറ്റിക്കൊടുക്കും. നേരത്തെയുള്ള ആരോഗ്യം അവനിൽ ഉണ്ടാകൂല, നേരത്തെയുള്ള നല്ല പ്രസരിപ്പ് അവനിൽ ഉണ്ടാകൂല.
നേരത്തെയുള്ള ഓർമ്മ ശക്തി ഉണ്ടാകൂല. ആദ്യം നല്ല ആരോഗ്യമായിരുന്നു ചെറുപ്പക്കാരാ, ഇപ്പൊ നിന്റെ ശരീരം കൊണ്ട് എന്ത് വേണമെന്ന് തോന്നുന്നുണ്ടോ അത് നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിലും ശരി, അത് ചെയ്യാൻ എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് ആരോഗ്യമുണ്ട്. അതേ സമയത്ത് കുറെ വയസ്സ് വരെ അങ്ങ് ജീവിക്കുമ്പോ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, നുനക്കിസുഹു ഫിൽ ഖൽഖി, ഞാനതാ മാറ്റം വരുത്തുന്നു. പഴയ സൗന്ദര്യം പോയി. പണ്ട് കാണാൻ നല്ല ചന്തോ, കുറച്ച് അച്ചാർ ഞങ്ങൾ ഉമ്മാമ്മമാരെല്ലാം ഉണ്ടാക്കി തന്നെ അല്ലേ. അപ്പൊ ഇന്നത്തെ വാല് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് അതൊക്കെ ഉപ്പ് തന്നെ ഒരു ഭാഗത്തുണ്ടാവും, പിന്നെ കുറച്ചപ്പുറം അച്ചാറുണ്ടാവും, കുറച്ചപ്പുറം പിന്നെ വേറൊന്നുണ്ടാവും. പണ്ടത്തെ കൊണ്ട് ചരിത്രത്തിൽ കാണാമല്ലോ കഴിഞ്ഞു. എന്താണ് അള്ളാഹ് അവർക്ക് കൊടുത്തപ്പോ അവരെന്നറിയുമോ? ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. ഒരാൾക്ക് 90 വയസ്സ് വരെ അയാൾ ജീവിച്ചാൽ, 90 വയസ്സ് വരെ അയാൾ ജീവിച്ചാൽ, ഇപ്പൊ പറയണ എന്താണെന്നറിയോ? എനിക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോഴേക്കും പറയാൻ തുടങ്ങി, എന്താ എന്നെ അള്ളൊന്ന് കൊണ്ടുപോയെങ്കിൽ മതിയായിരുന്നു. അത് കൂടുതലും സ്ത്രീകളെ നാക്കുന്ന ആ വാക്ക് പേരിനെ. എന്തിനല്ല എന്നെ ബാക്കി വെച്ചിനേന്ന് അങ്ങനെ ചോദിക്കുകയാണ്. അല്ല എന്തിനാ എന്നെ ബാക്കി വെച്ചിനേ? ഒക്കെ മരിക്കാൻ ആശമാ, എന്തിന് ഈ കിരിക്കിരി ആർക്കാവൂ, അതുകൊണ്ട് ഒന്ന് പോയി കിട്ടി നന്നായിരുന്നു. ആഗ്രഹിക്കണ്ട, അങ്ങനെയല്ല ആഗ്രഹിക്കണ്ടേ. എന്ത് വിഷമുണ്ടെങ്കിലും ആരോഗ്യമുള്ള ദീർഘായുസ് എനിക്ക് താല്ലാന്ന് ദുആ ചെയ്യേണ്ട. കാരണം എന്താ അറിയോ? 90 വയസ്സ് വരെ നിനക്ക് ജീവിക്കാൻ അവസരം കിട്ടിയ ചിലപ്പോ അത് മതി നിനക്ക് സ്വർഗത്തേക്ക് പോകാൻ. ഇത് ഞാനല്ല പറയണത്, സയ്യിദുനാ റസൂലുള്ളാഹി. ആഗ്രഹമുള്ളവരുണ്ടോ? 90 വയസ്സ് വരെ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മേം കൈബോക്ക്. ഞാൻ മരുന്ന് പറഞ്ഞുതരാം, എൻ്റെ മരുന്ന് എൻ്റെ അടുത്തുണ്ട്. ആഗ്രഹമുള്ളവർക്ക് മാത്രം പറഞ്ഞെടുത്താൽ മതി. നിങ്ങൾക്ക് വീട്ടിൽ പണങ്ങിയിട്ട് ഭാര്യമാരെ ചൊടിയൊക്കെ ഉണ്ടായിട്ട് വേം മരിക്കണം എന്ന് ആശയമുള്ളവരും തോന്നുന്നുണ്ട്. ഒന്ന് കൈബൊക്കെ നോക്കട്ടെ. 90 വയസ്സ് വരെ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. മദ്രസയിൽ പോകുന്ന കുട്ടി കിടക്കുന്നുണ്ട്, മദ്രസയിൽ പോകുന്ന കുഞ്ഞു മോനടക്കം 90 വയസ്സ് വരെ ജീവിക്കണം ആശയുണ്ട്. അല്ലാഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും 90 അല്ല 100 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. എങ്ങനെങ്കിലും ജീവിച്ചാൽ പറ്റൂലല്ലോ അല്ലേ? 100 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലൈവായിട്ട് വാല് കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാർക്കും പുരുഷന്മാർക്കും ഒക്കെ അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. കാരണം എന്താണെന്നറിയോ? 90 വയസ്സ് വരെ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ കൈപൊക്കിയത് ഞാനും എനിക്കും ആഗ്രഹം ഉണ്ട്, ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. എന്തേ? ഈ ദുനിയാവിന്റെ ചന്ത എങ്ങനെ നോക്കിയിരിക്കാനൊന്നുമല്ല. പിന്നെ 90 വയസ്സ് എത്തിയ ഒരാൾക്ക് അല്ലാഹു തആല ഈ ദുനിയാവിൽ ഒരു മഹത്വം കൊടുക്കുന്നു, ഒരു ബല കൊടുക്കുന്നു, മറ്റാർക്കും ഇല്ലാത്തൊരു ബല. ഇത് ഞാനല്ല പറയുന്നത്, റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താണ് ആ ബല? ആ മനുഷ്യന്റെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയ പാപങ്ങളും ഇനി ശേഷമുള്ള പാപങ്ങളെല്ലാം അല്ലാഹ് പുറത്തു കൊടുക്കുന്നു. 90 വയസ്സെത്തിയ ആൾക്ക് അല്ലാഹു ഈ ദുനിയാവിൽ കൊടുക്കുന്ന വലിയ സമ്മാനമാ, വലിയ ബഹുമാനമാ. കാരണം ആ 90 വയസ്സിനിടയിൽ ആ മനുഷ്യൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടാകും, ഒരുപാട് ക്ഷീണങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും, ഒരുപാട് രോഗങ്ങൾ സഹിച്ചിട്ടുണ്ടാകും. അതിനെല്ലാം അല്ലാഹു ഓരോ പ്രതിഫലം അങ്ങ് കൊടുത്ത് 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 90 വയസ്സ് വരെ എത്തുമ്പോ അല്ലാഹ് ആ മനുഷ്യന്റെ മുൻകാലങ്ങളിൽ വന്നുപോയ പാപവും ശേഷം വരാനുള്ള പാപങ്ങളെല്ലാം അല്ലാഹ് പുറത്തു കൊടുക്കുന്നു. ഇത് 90 വയസ്സ് എത്തിയ ഒരാളെ പവറാണെങ്കിൽ ഇനി ഒന്നും കൂടി പറയട്ടെ. ഓ ചെറുപ്പക്കാരാ, നിന്റെ ഉപ്പാപ്പാനെ കാണുമ്പോ നീ അതാടാ ചിന്തിക്കേണ്ടത്. എന്റെ വേല കേൾക്കുന്ന പെങ്ങളെ, പ്രായം ചെന്ന 90 വയസ്സെത്തിയ നിന്റെ മാമയില്ലേ, നിന്റെ ഉമ്മാമയില്ലേ, നിന്റെ ബലമയില്ലേ, ആ നിന്റെ മാമാനെ കാണുമ്പോ, ആ നിന്റെ ബലമാനെ കാണുമ്പോ നീ ചിന്തിക്കണം, പടച്ച റബ്ബേ, ഞാനിപ്പോ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണല്ലോ, +1-ലും +2-ലും പഠിക്കുന്നവളാണല്ലോ. എന്റെ ബലമക്ക് നീ 90 വയസ്സ് വരെ ജീവിക്കാൻ അവസരം കൊടുത്തില്ലേ? എന്റെ മാമക്ക് നീ 90 വയസ്സ് വരെ ജീവിക്കാൻ അവസരം കൊടുത്തില്ലേ? അതുവരെ നീ എന്നെ ബാക്കി വെക്കുമോ നിനക്കറിയില്ലല്ലോ.
അതുവരെ എന്നെ നീ ബാക്കി വെക്കുമോ എന്നറിയില്ലല്ലോ. എന്റെ മാമക്ക് നീ 90 വയസ്സ് കൊടുത്തത് വരെ എനിക്കും അതുപോലത്തെ വയസ്സ് വരെ നീ നിലനിർത്തണേ അല്ലാ. കാരണം 90 എത്തിയാൽ അല്ലാ അവരെ പാപം പൊറുത്തു എന്ന് മാത്രമല്ല, ഇനി 100 വയസ്സ് വരെ ജീവിച്ചാലോ. വെറുതല്ല ഇത് പറയുന്നത്. ചില ആളുകളെ കുറിച്ചിട്ട് പറയില്ലേ, 100 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് പറയില്ലേ. 100 വയസ്സ് വരെ ഒരാൾക്ക് ജീവിക്കാൻ അവസരം കിട്ടിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതിന്റെ ഇടക്ക് ഞാൻ പറയട്ടെ, 90 വയസ്സ് വരെ ജീവിച്ച അവർക്ക് അവരെ പാപങ്ങൾ മാത്രല്ല ട്ടോ അല്ലാഹു പുറത്തു കൊടുക്കുന്നത്. വശുഫിഅ ഫീ അഹ്ലി ബൈതിഹി. 90 വയസ്സുള്ള ആളുകള് അവരെ വീട്ടുകാർക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്താൽ ആ റബ്ബ് വേഗം സ്വീകരിക്കുന്ന നബി മുഹമ്മദ് റസൂലുള്ളാഹി. എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ഇന്നിപ്പോ ഉപ്പാപ്പാന്റെ ബാല്യക്കാർക്ക് ചെറുപ്പക്കാർക്കൊക്കെ ബാറ്റും ബോളും പിടിച്ചിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങാനേ നേരം, ഫുട്ബോളും പിടിച്ചിട്ട് കാലുകൊണ്ട് ചവിട്ട് പന്ത് കളിക്കാനേ നേരം. പ്രായമുള്ള ഉപ്പാപ്പ വീട്ടിന്റെ ഉള്ളിലുണ്ട്. ആ ഉപ്പാപ്പന്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് 2 വാക്ക് തമാശ പറയാൻ. കാരണം അവർക്ക് ദുനിയാവിൽ വേറൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ ആകെ ഈ പുള്ളി എന്നല്ല ഇവിടെ പറയാം. ഈ പുള്ളിയും ചല്ലിയും, ചല്ലി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നും കൂടി സ്റ്റെപ്പ് താഴെയാണ്. പുള്ളിന്റെ കുട്ടിക്കാണ് ചല്ലി. ഇവിടെ അങ്ങനെ പറയും. ഈ പുള്ളിയും ചല്ലിയും ഒക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കലല്ലാതെ അവർക്ക് വേറെ സുഖം ഈ ദുനിയാവിലില്ല. അവർക്ക് എന്താ ഐസ്ക്രീം വേണം, അവർക്ക് എന്താ ഡ്രീം കേക്ക് വേണം, ഒരു ഡ്രീം കേക്കും വേണ്ട, ഒരു തിരമിസ് ഐസ്ക്രീമും വേണ്ട, മുച്ചിരിക്കണ വേണ്ട, ഒന്നും വേണ്ടടാ ഉപ്പാപ്പാക്ക്. നീ പോയിട്ട് 2 മധുരത്തെ സംസാരം പറഞ്ഞ മൂപ്പർക്ക് വേറെ ഒന്നും വേണ്ട. മൂപ്പർക്ക് സ്വർഗ തന്നെ. നിന്റെ തൊള്ളക്കൂടെ വരുന്ന ഈ നല്ല മധുരമുള്ള വാക്കുണ്ടല്ലേ, അതന്നെയാണ് അവർക്ക് സ്വർഗം. പിന്നെ അവർക്ക് ദുനിയാവിൽ വേറെ ഒന്നുമില്ല. ഓർക്ക് ഷോപ്പിംഗ് മോൾ ഉണ്ടാ, ഓർക്ക് ഹൈപ്പർ മാർക്ക് ഉണ്ടാ, ഓർക്ക് വാട്ടർ പാർക്ക് ഉണ്ടാ, ഓർക്ക് വെള്ളച്ചാട്ടം ഉണ്ടാ, ഓർക്ക് പിന്നെ ചാർമാടി കാട്ടി ഉണ്ടാ, അല്ലെ ഓർക്ക് വേറെ എന്തെങ്കിലും സീന് കാണാനുണ്ടാ, ഓർക്ക് സെൽഫി ഫോട്ടോ എടുക്കാനുണ്ട്. ഒന്നുമില്ല. പുള്ളിന്റെ 2 നല്ല മധുരമുള്ള സംസാരം മതി. എന്നാൽ ഇടക്കിടക്ക് നിന്റെ ആ 90 വയസ്സെത്തിയ നിന്റെ ഉമ്മാമാനോട് പോയി ദുആ ചെയ്യിപ്പിക്കുന്നീ. എന്താ കാരണം അറിയോ? ആ വയസ്സെത്തിയ ഉമ്മാമയും ഉപ്പാപ്പയും ആ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്താൽ അവരെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഇതുപോലെ 100 വയസ്സുള്ള ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്. ഒരാൾക്കൊരു 100 വയസ്സെത്തിയ അയാളെ വിചാരണം ചെയ്യാൻ അല്ലാഹ്ക്ക് പോലും നാണമായി പോയി. 100 വയസ്സ് വരെ ജീവിച്ചിട്ടൊരാൾ മരിച്ചാൽ അത്രയും കാലം ജീവിച്ചിട്ട് മരിച്ച അയാളെ വിചാരണം ചെയ്യാൻ ആഖിറത്തിൽ അല്ലാഹ് ചോദ്യം ചെയ്യാൻ അല്ലാഹ്ക്ക് പോലും നാണമുണ്ടായിപ്പോയി. അതാണ് പ്രായമുള്ള ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന വലിയ പവർ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഈ എല്ലാ അനുഗ്രഹങ്ങൾ തന്നിട്ട് അല്ലാഹ് എന്നോടും നിങ്ങളോടും അല്ലാഹു തആല ചോദിക്കുകയാണ്, ഓ മനുഷ്യ ഫലാ യഷ്കുറൂൻ. അല്ലാഹ് തന്നത് എല്ലാം നീ ഇവിടെ കഴിച്ചിട്ട് ജീവിക്കുകയല്ലേ, നിനക്കൊരു റബ്ബിനോട് നന്ദി കാണിച്ചുകൂടെ? റബ്ബിനോട് നന്ദി കാണിച്ചുകൂടെ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ. പഴയ കാലത്ത് വീട്ടിൽ ഒരു അസുഖം വന്നാൽ, ഇന്നത്തെ പനി ഇന്ന് മാത്രം, പണ്ട് പനി ഉണ്ടായിട്ടില്ലേ? പനിയുണ്ട്, ജലദോഷം ഉണ്ട്, കഫക്കെട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് പനി വന്നാ കുട്ടീനെ എടുത്തിട്ട് നേരെ ഓടിട്ടായി